പ്രശസ്ത സിനിമാ സീരിയൽ നടനായ ദിലീപ് ശങ്കർ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം മരണകാരണം വ്യക്തമായിട്ടില്ല. 2 ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഈ ഹോട്ടലിൽ മുറിയെടുത്തത്. എന്നാൽ പിന്നീട് അദ്ദേഹം മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ല എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇന്ന് മുറിയിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്ന് പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഹോട്ടൽ മുറിയിൽ പിടിവലിയുടേതായ ലക്ഷണങ്ങളൊന്നുമില്ലെന്ന് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരത്തെ ഹോട്ടൽ അരോമ ക്ലാസിക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവവിവരമറിഞ്ഞ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരടക്കം നിരവധി പേരാണ് ഹോട്ടലിലേക്ക് എത്തിയിട്ടുള്ളത്. ഏഷ്യാനെറ്റിലെ പ്രശസ്ത സീരിയലായിരുന്ന അമ്മയറിയാതെ, സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്ത സുന്ദരി തുടങ്ങിയ സീരിയലിലടക്കം നിർണായകമായ വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. എറണാകുളം സ്വദേശിയാണ്. അഭിനയത്തിനു പുറമെ ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച വ്യക്തിയായിരുന്നു ദിലീപ് ശങ്കർ. മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി ബിസിനസ്സും അദ്ദേഹം നടത്തിയിരുന്നു. മാജിക് ഫുഡ്സ് എന്ന പേരിൽ ചപ്പാത്തിക്ക് പുറമെ പല ഉൽപ്പന്നങ്ങളും അദ്ദേഹം വിപണിയിൽ എത്തിച്ചിരുന്നു. ഇതെല്ലാം വമ്പൻ വിജയമായി മാറുകയും ചെയ്തിരുന്നു. സീരിയൽ താരങ്ങളെ അടക്കം അണിനിരത്തിയായിരുന്നു തന്റെ ഭക്ഷണ സാധനങ്ങളുടെ പ്രമോഷനും അദ്ദേഹം നടത്തിയത്. എറണാകുളം സ്വദേശിയായ ദിലീപ് ശങ്കർ 2 ദിവസം മുമ്പാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. സീരിയൽ അഭിനയത്തിനായാണ് ഇദ്ദേഹം ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാണ് വിവരം. 2 ദിവസമായി വിവരമൊന്നുമില്ലാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒപ്പം അഭിനയിക്കുന്നവർ ദിലീപിനെ പലതവണ ഫോണിൽ വിളിച്ചിരുന്നുവെങ്കിലും കിട്ടിയിരുന്നില്ല. തുടർന്ന് ഇവരും ഹോട്ടലിലേക്ക് അന്വേഷിച്ചെത്തിയിരുന്നു. മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. മുറിക്കുള്ളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുമെന്നും കന്റോൺമെന്റ് ACP അറിയിച്ചു. അതേസമയം എന്താണ് മരണകാരണമായത് എന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ വ്യക്തമാകൂ. ദുശ്ശീലങ്ങളൊന്നും തന്നെ ഇല്ലാത്ത വ്യക്തിയാണ് ദിലീപ് ശങ്കർ. മദ്യപാനമടക്കമുള്ള തന്റെ എല്ലാ ദുശ്ശീലങ്ങളും എങ്ങനെയാണ് മാറിയത് എന്ന് നടൻ 2 വർഷം മുന്നെയാണ് തുറന്നു പറഞ്ഞത്. പിന്നാലെ വലിയ ദൈവവിശ്വാസിയായി നടൻ മാറുകയും ചെയ്തു. മുൻപ് അമ്പലങ്ങളിൽ പോകും, പ്രാർത്ഥിക്കും, അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി മുടങ്ങാതെ പറ്റുമ്പോഴെല്ലാം ചോറ്റാനിക്കരയിൽ പോകാറുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ചോറ്റാനിക്കരയിൽ മാത്രമല്ല, മറ്റ് ക്ഷേത്രങ്ങളിലും പോയിരുന്നു. പല സ്ഥലങ്ങളിലും ഷൂട്ടിങ്ങുകൾക്ക് മറ്റും പോകുമ്പോൾ സ്ഥിരമായി അമ്പലങ്ങളിലും മറ്റും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. ഭക്തി ഉള്ളിൽ വന്നതോടെയാണ് മദ്യപാനമടക്കമുള്ള അദ്ദേഹത്തിന്റെ ദുശ്ശീലങ്ങളെല്ലാം മാറിയത്. ബിസിനസ്സും സിനിമ സീരിയൽ അഭിനയങ്ങളുമെല്ലാമായി മുന്നോട്ടു പോകവെയാണ് ഈ മരണവാർത്തയും എത്തിയത്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും പ്രിയപ്പെട്ടവർക്കുമൊന്നും ഈ വാർത്ത ഇനിയും വിശ്വസിക്കാനായിട്ടില്ല. നടന് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ നടുങ്ങിയിരിക്കുകയാണ് ഒപ്പം അഭിനയിച്ചിരുന്ന താരങ്ങൾ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.